ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ദിനുമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി പോലെ നമ്മൾ വീട്ടിലുള്ളവർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി. അവന് വേണ്ട ടോയ്സ് വാങ്ങിക്കൊടുത്തു, അങ്ങനെയുള്ള സംഭവമൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഇന്നലെ ആയിരുന്നു ആ ബർത്ത്ഡേ. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ പിന്നെ ഫ്രൈഡേ ആണ്. അപ്പോൾ വേറെ പല കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് ബിസി ആയിട്ടോ. അപ്പോൾ ബിസി ആയപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും നമ്മൾ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് വേണ്ടിയിട്ട്, അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ കേക്കല്ല, അവനക്ക് കേക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് കേക്ക് കഴിക്കുന്ന കുറച്ച് അലർജി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആളിന്ന് സ്കൂളിൽ പോയതാണ്. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് വേണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ കുട്ടികളൊരു ആഗ്രഹമല്ലേ, ഓരോ സന്തോഷമല്ലേ നമ്മൾ സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷന്. പിന്നെ ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കി, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ അവനക്ക് ഇന്നലെ ടോയ്സ് വാങ്ങിക്കൊടുത്ത്. പിന്നെന്താ, അസു പുറത്തേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേറൊരു വഴിക്ക് പോകാൻ പോവാണ്. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങണേ, എങ്ങനെയായിരിക്കും ഇന്നത്തെ സെലിബ്രേഷന് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പോട്ടെട്ടാ, നേരെ വൈകിയാണ്. അപ്പോൾ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളെന്ന് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കട്ടെ. നമ്മൾ എങ്ങോട്ടാണ് പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോട്ടിയാട് ക്ലീൻ ചെയ്യുകയാണ്. കുറേ ആയി കോട്ടിയാട് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കോട്ടിയാട് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. രണ്ടാളും കൂടിയിട്ട് ആ ക്ലീൻ ചെയ്യുന്ന ഗ്യാപ്പിൽ വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം ഇത് ഒരു അക്വേറിയം പോലെ ആയിരുന്നു നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച് ഇപ്പോൾ നല്ല മഴക്കാലമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മോന് ചെറുതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് കളർ കല്ലും ഗ്രാസൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ കുട്ടികൾ അതിലിറങ്ങി കളിക്കലും ഉണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ ഇറങ്ങിയാണ്ട് ടോയ്സ് ആയിട്ട് ഇറങ്ങിയാണ്ട് കളിക്കും. അപ്പോൾ വെള്ളം ഉണ്ടാകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെള്ളം ഒഴിക്കലില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം മഴ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുട്ടികൾ കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മന്തി യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. യൂട്യൂബിൽ നോക്കിയിട്ട് അറിയുന്ന പോലെ നല്ല സെറ്റപ്പാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം മന്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ സക്സസ് ആവുകയും ചെയ്തു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഒരു പണിയെടുക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് സ്ഥിരമുള്ളതാണ് കേട്ടോ ഈ ഒരു അലാറം അടിക്കൽ. താഴെ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും മൂപ്പരെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പണീൻ്റെ ഇടയിൽ. എല്ലാ ബർത്ത്ഡേയും മാക്സിമം എനിക്ക് കഴിയുന്ന പോലെ ഞാൻ രണ്ടാളതും ചെറുത് പിന്നെ 1 വയസ്സായിട്ടുള്ളൂ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണാം കേട്ടോ. പിന്നെ അതാവുമ്പോൾ അത് ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനിപ്പോൾ 7 വയസ്സാണ്. അപ്പോൾ ഇവൻ്റെ എല്ലാ ബർത്ത്ഡേയും എനിക്ക് കഴിയണ പോലെ ഞാൻ കുട്ടികളൊരു ഇഷ്ടമല്ലേ, അവർക്കുള്ള ഒരാഗ്രഹമല്ലേ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, സ്കൂളിൽ മിഠായി കൊടുക്കണം, കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള. അപ്പോൾ ഇവനിപ്പോൾ കേക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ കഴിയുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ മോൻ്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ മന്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഓയിൽ ഒഴിക്കാൻ മറന്നിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മന്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് മാക്സിമം മറക്കാതെ ഇപ്പോൾ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയാലും എനിക്ക് യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴേ എനിക്ക് അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് സക്സസ് ആവുള്ളൂ. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ഒരു കാര്യം പോലും
ഒരു പോയിൻ്റ് പോലും വിടാതെ മാക്സിമം ഞാൻ ചെയ്ത് അതേപോലെ തന്നെ സക്സസ് ആവുകയും ചെയ്തിട്ടാ. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. പറ്റിയൊരു മൂടി കിട്ടാൻ പാടായിരുന്നു. കേടന്നൊരു കുക്കറായിരുന്നു. പിന്നെ അത് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും വേറെ പരിപാടി ഉള്ളതുകൊണ്ട് കുറച്ച് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ 1/2 കിലോന് അരിയിട്ട് കാണ്ടാട്ടോ ഞാൻ മന്തി ഉണ്ടാക്കിയത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതേപോലെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ, രാത്രിത്തേക്ക് എടുത്തിട്ടില്ലായിരുന്നു. രാത്രിത്തേക്ക് നമ്മൾ വേറെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിട്ടോ. അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങാറ് അധികവും. അങ്ങനെ ആകുമ്പോൾ അടുക്കളയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ. അപ്പോൾ അടിച്ച് വാരാൻ പോവാണ്. അടിച്ച് വാരുമ്പോൾ സ്ഥിരമുള്ളതാണ്, മോന് മുന്നിൽ കിടന്നാണ് ഇങ്ങനെ അടിച്ചാരിനോട് തിരിഞ്ഞ് കളിക്കട്ടോ. മോനെ മാക്സിമം അടിച്ചാരാൻ സമ്മതിക്കില്ല. സാധാരണ ആ ടൈമിൽ മൂപ്പര് ഉറങ്ങലുണ്ട്. അപ്പോൾ അന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അന്ന് ഉറക്കാൻ കഴിഞ്ഞിട്ടും ഇല്ല. ഇപ്പോൾ ഈ ഒരു പണിയുള്ളത് കാരണം അത് കഴിഞ്ഞിട്ട് ഉറക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മൂപ്പരൊട്ട് ഉറങ്ങിയിട്ടും ഇല്ല. സമയമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കമൊക്കെ തെറ്റി. അപ്പോൾ അതിനിടയിൽ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ മന്തി ദമ്മിട്ടിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂറിന്. അപ്പോൾ മന്തി റെഡിയായി. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ആയി. പിന്നെ അന്ന് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് ആക്കിട്ടോ കേക്ക് കട്ടിങ്. കേക്ക് കട്ടിങ് എന്ന് പറയുമ്പോൾ വലിയ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാനും ഉമ്മയും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന് വേറെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെ ആരും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ. ആ ഒരു കുഞ്ഞു ഫാമിലിയിലുള്ള ഒരു ചെറിയൊരു സെലിബ്രേഷനാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ എനിക്കൊന്ന് ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് പോകാനുണ്ടായിരുന്നു. വണ്ടിമേലായിരുന്നു പോയത്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ നമ്മൾ ബസ് കയറിപ്പോയിട്ടാ. അങ്ങനെ പോയി അവിടെ തന്നെ കുറേ നേരം നമ്മൾ ടൈം അങ്ങനെ പോയിട്ടോ ആ ഡെൻ്റൽ ക്ലിനിക്കിൽ. പിന്നെ പല്ല് ക്ലീൻ ചെയ്യാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ കുറേ നേരമായി. അപ്പോൾ നല്ല വിശന്നപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ, അതൊരു കൂൾ ബാറും കൂടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഹസ്ബൻഡ് ഒരു മാംഗോ ഷേക്കും ഞാനൊരു ചിക്കു ഷേക്കും ആയിരുന്നു ഞാനും ഹസും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസു രണ്ടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹസുവിനും കുറേ നല്ല നേരം വെയ്യോണ്ട് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചു. പിന്നെ ഒരു നെയ്വട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാനും ഹസും കൂടി കഴിച്ചിട്ടാ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൂടി നടക്കായിരുന്നു. നല്ല വെളിച്ചമുള്ള മഴ ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ പോകുന്ന വഴിക്കിൽ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ പുഡിംഗ് ആയിരുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കേക്ക് കഴിക്കാത്തതുകൊണ്ട് നമ്മളാരും അങ്ങനെ കഴിക്കൂല കേട്ടോ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമുക്ക് അതിരേ ഇല്ലാത്ത ആവശ്യങ്ങളാണല്ലോ. അപ്പോൾ വേറെ എൻ്റെ മോൻ എപ്പോഴും പറയും സാൻഡ്വിച്ച് ഉണ്ടാക്കണം, ബർഗർ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം, ഇപ്പോഴേ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കയറിയപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളും എനിക്ക് ആവശ്യമുള്ള കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചു പുഡിങ് ഫ്ലേവർ മിക്സ് ആയിട്ടുള്ള പുഡിങ് പൗഡർ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ വിചാരിച്ചു അതിനേക്കാളും നല്ലത് ഇതുപോലെ ചൈന ഗ്രാസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏത് ഫ്ലേവറും ആഡ് ചെയ്തിട്ട് 2-3 ടൈപ്പ് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് 2 പാക്കറ്റ് ചൈന ഗ്രാസിൻ്റെ 2 പാക്കറ്റും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കസ്റ്റേർഡ് പൗഡറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടാ. അതുമാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വേറെ സാധനങ്ങളും അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സോസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബർഗറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ. ഇതൊക്കെ എന്തൊക്കെ വാങ്ങിയെന്ന് ഞാൻ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പാത്രത്തിൻ്റെ സെക്ഷനിലേക്കൊന്ന് വെറുതെ പോയി നോക്കിയിട്ടാ. ആദ്യം ഈ പാത്രത്തിൻ്റെ സെക്ഷൻ ബാക്കിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അത് ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഇത് ചായ ഉണ്ടാക്കാനുള്ള പാത്രമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിലുള്ള ഒരു പാത്രമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള ആ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്ത് നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ട് തന്നെ തിളപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു കെറ്റിലാണ്. കെറ്റിലല്ല, ഒരു ജഗ്ഗാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ വാങ്ങിയിട്ടില്ല കേട്ടോ, വാങ്ങാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഉമ്മക്കൊരു ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫാൻസി ഷോപ്പിൽ കയറിയിട്ടോ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ തീരെ അടങ്ങിയിരിക്കണില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അവിടെ അങ്ങനെ ആളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് മൂപ്പരാകെ മുതലാക്കിയിരുന്നു കേട്ടോ. ഓൻ്റെ പിന്നാലെ ഓടാനേ നേരം ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും നോക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ പിന്നെയും കുറച്ചൊരു ഒതുക്കണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തീരെ ഒതുങ്ങിയിട്ടില്ല കേട്ടോ. അവൻ്റെ പിന്നാലെ തന്നെയായിരുന്നു ഞാൻ. അവസാനം ഞാനൊരു കസേരയിൽ പിടിച്ചിരുത്തി, എന്നിട്ടാണ് നമ്മൾ ചെരുപ്പ് നോക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ചെരുപ്പ് വാങ്ങിയിട്ടാണ്. നല്ല ചെറിയ കുട്ടികളെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. അതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത്. പിന്നെ മോനൊരു ബേബി പൗഡർ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് മോൻ്റെ സ്കൂളിലേക്കാണ്. എന്നിട്ട് മോനെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയാൽ സ്ഥിരമുള്ളതാണ് മോൻ്റെ കിറ്റ് എടുത്ത് നടക്കൽ. ഇതാണ് ഹസുവിൻ്റെ സ്ഥിരം പരിപാടി. വൈകുന്നേരമായാൽ മോൻ്റെ കിറ്റ്, സ്കൂൾ ബാഗും കിറ്റൊക്കെ എടുത്ത് നടക്കും കേട്ടോ. കുറച്ച് നേരം അതുമേലായിരിക്കും കളി, അല്ലെങ്കിൽ കുട, അല്ലെങ്കിൽ റെയിൻ കോട്ടുമേലൊക്കെ ആയിരിക്കും കളി മൂപ്പരാക്കൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ. ചീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ടൊമാറ്റോ സോസും പിന്നെ ഒന്ന് ചില്ലി സോസും ടൊമാറ്റോ സോസിൻ്റെ മിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ആ മിക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി നോക്കിയപ്പോൾ അതിൽ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ, ബർഗറിൽ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ഫ്ലേവർ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് കസ്റ്റേർഡ് പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്തിട്ട് പുഡിങ് ഉണ്ടാക്കുക, പിന്നെ അതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കുക കേട്ടോ. ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ എനിക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കസ്റ്റേർഡ് പൗഡർ വാങ്ങിയത് കേട്ടോ. ഇപ്പോൾ പുഡിങ് ഉണ്ടാക്കുക, പിന്നെ ഇപ്പോൾ നമുക്ക് 2 സ്പൂണൊക്കെ മതിയാവും ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്ര മതിയല്ല, ചെറിയ പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാമല്ലോ. ഇതുപോലെ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം വാങ്ങിയാണ് കേട്ടോ. ക്രീം വാങ്ങിയാണ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ചിയാ സീഡ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോസ് ഞാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതിലല്ല, നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യാം അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഒരു ഗ്ലാസ് പുഡിങ്ങാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളനീരിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് പുഡിങ് അറിയാമല്ലോ. ഇളനീർ വെള്ളത്തിൽ നമുക്ക് ഇളനീർ യൂസ് ചെയ്തിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കസ്റ്റേർഡ് അതേപോലെ പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് പുഡിങ്, അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫൈനൽ റിസൾട്ട് ഞാൻ വിചാരിച്ച അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാലും കഴിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതാണ് ഞാൻ വിചാരിച്ച അത്ര ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഏകദേശമൊക്കെ പൊട്ടാതെയും പൊളിയാതെയും നല്ലൊരു പുഡിങ്ങായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ ഓനെ സ്പൂണേറ്റ് കോരി കഴിച്ചിട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കഴിക്കുകയാണ്. അത് ക്ലാപ്പ് ചെയ്ത് അവൻ കൊണ്ടാ. അങ്ങനെ നമ്മുടെ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടോ. മോന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓൻ എന്നെ ഉറക്കനെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ പാടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കെല്ലാം പുഡിങ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ 3 പുഡിങ്ങും കഴിഞ്ഞിട്ടോ. ഫുള്ള് അന്ന് തന്നെ തീർന്നു. പിന്നെ ഇത് ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്
കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എനിക്കും 2 മക്കൾക്കും ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. 2 ആൾക്കും ഞാൻ ഷർട്ട്സും എനിക്ക് ഒരു ടോപ്പുമാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യം അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് 3 ഫോട്ടോയും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ സിസ്റ്ററിനും മോൾക്കും വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. സിസ്റ്ററിൻ്റെ മോൾക്ക് ഒരു ഫ്രോക്കും സിസ്റ്ററിന് ഒരു ടോപ്പുമാണ് കേട്ടോ. ഒരേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.